സ്പൈസി സാലഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബട്ടർ ഗാർലിക് ഫ്രൈഡ് റൈസ് നമുക്ക് റെഡിയാക്കിയാലോ. ഒരു ചൈനീസ് അതേപോലെ തന്നെ ഇന്ത്യൻ ഫ്യൂഷനായിട്ടാണ് ഈ വിഭവം തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റിയാണ്. ലഞ്ചിനും അതേപോലെ തന്നെ ഡിന്നറിനൊക്കെ കഴിക്കാൻ വേണ്ടി തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ഫുഡ്. കുട്ടികൾക്കെല്ലാം സ്കൂളിൽ കൊടുത്തിടാൻ കഴിയുന്ന നല്ലൊരു ലഞ്ച് കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി 2 കപ്പ് വേവിച്ചെടുത്ത ബസ്മതി റൈസ്, സാധാരണ നമ്മൾ ബിരിയാണിക്കെല്ലാം എടുക്കുന്ന പോലെ നല്ല ബസ്മതി റൈസ്, ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് ഊറ്റിയെടുത്തതാണ്. ഇത് 2 കപ്പുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും. 2 ടേബിൾ സ്പൂൺ ബട്ടർ, 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 3 പച്ചമുളക് ചെറുതായി എരിഞ്ഞെടുത്തത്, കുറച്ച് കാഷ്യൂ നട്ട്, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തത് 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. സ്പ്രിംഗ് ഒനിയൻ്റെ ഈ ഒരു ഭാഗമാണ് ചെറുതായി കട്ട് ചെയ്തെടുത്തത്. സോയാ സോസ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 പിടി നിറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയില, സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തത്, അത് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ പാകത്തിന് മതി. ഒരു പിടിയുടെ താഴത്തൊക്കെ ധാരാളം മതിയാവും. 1/2 കപ്പ് ചിക്കൻ ചെറുതായി അരിഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്. എല്ലില്ലാത്ത ചിക്കനാണ് നല്ലത്. ഇതേപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തത്. 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ചിക്കനിലേക്ക് വേണ്ടി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് അല്ലെങ്കിൽ ഷെസ്വാൻ ചട്നി ഏതാണ് അവൈലബിൾ അത് യൂസ് ചെയ്യാം. ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ, ഉപ്പ്, കുരുമുളക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് കോൺഫ്ലവറും മൈദയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും സ്മെല്ലില്ലാത്ത സൺഫ്ലവർ ഓയിൽ അതിൽ ഉപയോഗിച്ചാൽ മതി. ഓയിൽ ചൂടാക്കി അതിലേക്ക് മൈദയും കോൺഫ്ലവറും ചേർത്ത് മുക്കി വെച്ച് ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് നന്നായി ചൂടായി വന്നാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റോളം ഒരു സൈഡും പിന്നെ മറിച്ചിട്ട് 2-3 മിനിറ്റോളം ഓപ്പോസിറ്റ് സൈഡും വേവിച്ചെടുക്കുക. ചിക്കൻ 2 സൈഡ് നന്നായിട്ട് വെന്ത് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ ബൗളിലേക്ക് തന്നെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഷെസ്വാൻ സോസ് നന്നായിട്ടൊന്ന് ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്ത് മാറ്റി വയ്ക്കാം. റൈസ് വേവിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചതിൽ നിന്ന് 2 ടേബിൾ സ്പൂണിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടാക്കി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് പോയി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഈ ഒരു സമയത്ത് കുക്ക് ചെയ്യേണ്ടത്. പച്ചമുളക് ചേർത്ത ശേഷം കാഷ്യൂ നട്ട് കൂടി ചേർത്ത് കൊടുക്കുക. കാഷ്യൂ നട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചേർത്ത കാഷ്യൂ നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബ്സ് ചേർത്ത് കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഒന്ന് വെന്ത് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ചോറ് ചേർത്ത് കൊടുക്കണം. ചോറ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം മിക്സ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നേരെ സോയാ സോസ്, വിനാഗിരി, ഉപ്പ്, കുരുമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതെല്ലാം ചേർത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് റൈസ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സാധനത്തിൽ ചേർത്ത് കൊടുക്കാം. റൈസ് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് സോസിൽ മുക്കി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കുക.
ഇതിന്റെ മേളിലേക്ക് നേരത്തെ മാറ്റി വെച്ച് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത ശേഷം ഇതിന്റെ മേളിലേക്ക് ഗാർണിഷിന് വേണ്ടി കുറച്ച് സ്പ്രിംഗ് ഒനിയന്റെ തണ്ട് മേളിൽ വിതറി കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. വളരെ ടേസ്റ്റിയായ ബട്ടർ ഗാർലിക് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള മറ്റുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം ഇതൊന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയും മറ്റൊരു കൂവുമായിട്ട് അടുത്ത ആഴ്ച വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.